ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏഴാമത്തെ പാഠം ഡെസിമൽ ഓപ്പറേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ രണ്ടാമത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് 3 കണക്കുകൾ ചെയ്തു. നാലാമത്തെയും അഞ്ചാമത്തെയും നിങ്ങളോട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതിന്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ ചോദ്യം, എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് ഓഫ് ലെങ്ത് 45.8 meter and breadth 39.5 meter. What is its area? ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന്റെ നീളം 45.8, വീതി 39.5, അതിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് അഥവാ ഏരിയ കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതണം. ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട്, ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട്, ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്സ് എഴുതണം കേട്ടോ, വഴി എഴുതണം. ചതുരാകൃതിയായ സ്ഥലത്തിന്റെ നീളം, വീതി ആയതുകൊണ്ട് പരപ്പളവ്. ഫോർമുല എഴുതുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആൻസർ മാത്രമേ ടീച്ചർ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 45.8 ഇൻറ്റു 39.5 ആണ് വരിക. ഡെസിമൽ ഇല്ലാണ്ട് നമ്മൾ 458 ഇൻറ്റു 395 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് പോയിന്റ് ഇട്ടതിന് ശേഷം, അതായത് ചോദ്യത്തില് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടപ്പോ 1809.10 ചതുരശ്ര മീറ്റർ അഥവാ സ്ക്വയർ മീറ്റർ. ഏരിയ അല്ലേ, അപ്പൊ അതിന്റെ യൂണിറ്റ് സ്ക്വയർ മീറ്റർ അഥവാ ചതുരശ്ര മീറ്റർ. ഈ 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1809.1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കുറെ മുമ്പത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, the price of petrol is 68.50 rupees per liter. 1 ലിറ്റർ പെട്രോളിന്റെ വില 68.50 ആണ് എങ്കിൽ 8.5 ലിറ്റർ പെട്രോളിന്റെ വില എത്ര? അതും സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം. the price of 1 liter of petrol, therefore the price of 8.5 liters of petrol. 1 ലിറ്റർ പെട്രോളിന്റെ വില ആദ്യത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ട് 8.5 ലിറ്റർ പെട്രോളിന്റെ ആകെ വില എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റെപ്പേ വേണ്ടി വരുള്ളൂ. അതും മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ കിട്ടിയത് 582.250. അത് തന്നെ 582.25. 3 സ്ഥാനം ഉണ്ട്. അപ്പൊ വലത്തുനിന്ന് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് ശരിയാണോ നോക്കുക. റുപ്പീസ് ആണ് നമുക്ക് യൂണിറ്റ് ആയിട്ട് എഴുതേണ്ടത്. ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കോപ്പി ചെയ്തെടുക്കരുത്, നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ് ഹോംവർക്ക്. അതിന്റെ ആൻസർ മാത്രം ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റെപ്സ് എഴുതിയിട്ട് വേണം. വെറുതെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. വേർഡ് പ്രോബ്ലം വഴി കണക്കിന് സ്റ്റെപ്പ് എഴുതേണ്ടതാണ്. ഇനി അതിലൊരു കണക്കും കൂടെ ബാക്കിയുണ്ട്. എന്താ? 6th one. അതേ എക്സസൈസിലെ 6th one ഉണ്ട്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രോഡക്റ്റ് എമംഗ് ദീസ് ബിലോ? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുതേത് എന്നാണ് ചോദ്യം. അതിലെ ക്വസ്റ്റ്യൻ എന്താണ്? 0.01 ഇൻറ്റു 0.001. 0 എഴുതിയിട്ടില്ല. അതെ, അപ്പൊ 1 കിട്ടും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, അപ്പൊ മൊത്തം 5 സ്ഥാനം ഉണ്ട്. 1 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ എക്സ്ട്രാ എത്ര സ്ഥാനം വേണം? 4 സ്ഥാനം എക്സ്ട്രാ ഉണ്ടാവണം. അപ്പൊ എത്ര വരും? 0.000401 എന്നാണ് വരിക. ബി ക്വസ്റ്റ്യൻ 0.101 ഇൻറ്റു 0.01. ഇതില് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 101 ഇൻറ്റു 1 എന്നല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ എത്രയാണ്? 101 ഇൻറ്റു 1 101 തന്നെയാണ് വരിക അല്ലേ? പിന്നെ ഡെസിമലിൽ എത്ര ഉണ്ട്? ഇവിടെ 3 സ്ഥാനം ഉണ്ട്, ഇവിടെ 2 സ്ഥാനം ഉണ്ട്. അപ്പൊ മൊത്തം 5 സ്ഥാനമാണ് വേണ്ടത് എന്റെ ഉത്തരത്തില്. പക്ഷെ 3 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ എത്ര 0 കൂടി ഇടണം? 2 0 കൂടിയും ഇട്ടിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. സി 0.101 ഇൻറ്റു 0.001. ഇതിലും 101 ഇൻറ്റു 1 എന്നുള്ളതല്ലേ ചെയ്യാനുള്ളൂ. അപ്പൊ ആൻസർ 101 തന്നെയാണ്, 101 തന്നെയാണ് വരിക. ഇവിടെ 3 സ്ഥാനം ആദ്യത്തേലുണ്ട്, ഇവിടെയും 3 സ്ഥാനം ഉണ്ട്. അപ്പൊ മൊത്തം 6 സ്ഥാനമാണ് ഇടേണ്ടത്. ഇവിടെ 3 സ്ഥാനം ഉണ്ട്, 3 0യും കൂടി ഇട്ട് നമ്മൾ ആൻസർ ഇടണം. അപ്പൊ മൊത്തം 6 സ്ഥാനം വരണം എന്റെ ഉത്തരത്തില്. കയ്യിൽ 3 സ്ഥാനം ഉള്ളൂ എങ്കിൽ
എത്ര സീറോസ് ഇടണം എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാവണം കേട്ടോ. അടുത്തതോ 0.10 ഇൻറ്റു 0.001, അതായത് 10 ഇൻറ്റു 1 എന്നുള്ളതല്ലേ ചെയ്യാനുള്ളൂ, 10. ഇനി എത്ര സ്ഥാനം ഇടണം? ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ 3 സ്ഥാനമുണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട്. അപ്പൊ മൊത്തം 3 + 2 5 സ്ഥാനം വേണം. കയ്യിൽ എത്ര ഉള്ളൂ? 2 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ 3 പൂജ്യം ഉണ്ട് എക്സ്ട്രാ. എത്ര വരും? 0. ഇതിനെ തന്നെ എങ്ങനെ എഴുതാം? 0.0001 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഈ പൂജ്യം എഴുതിയാലും എഴുതിയില്ലെങ്കിലും അതിന് വരില്ല. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ വലിയ സംഖ്യ ഏത്, ബിഗ്ഗസ്റ്റ് വൺ ഏത് എങ്കിൽ അത് ടിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഡെസിമൽ കമ്പയർ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ സ്ഥാനവിലയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുക ചെയ്യാം. അപ്പൊ ആദ്യത്തെ എല്ലാം 0 ആണ്. പിന്നത്തെ ഡിജിറ്റ് ഇതേ എല്ലാം ആദ്യത്തെ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റ് എല്ലാം 0 തന്നെയാണ്. രണ്ടാമത്തെ ഡിജിറ്റും ഇവിടെ എല്ലാത്തിനും 0 ആണ്. മൂന്നാമത്തെ ഡിജിറ്റ് ഇവിടെ 1 ഉണ്ട്. ഇവിടെ മൂന്നാമത്തെ ഡിജിറ്റ് 0 ഇവിടെ. അപ്പൊ 1 അല്ലേ, ഇതല്ലേ വലുത്. ആ വലുത് ഏത് എങ്കിൽ അത് ടിക്ക് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഓരോ സ്ഥാനവിലെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിലേതാണ് വലുത് എങ്കിൽ അത് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഡെസിമൽ കഴിഞ്ഞിട്ട്, ഡെസിമലിന് മുമ്പ് ഒരു സംഖ്യ ഇല്ല, അതുകൊണ്ട് പിന്നെ അത് കമ്പയർ ചെയ്യണ്ട. ഡെസിമലിന് ശേഷം ഓരോ ഡിജിറ്റുകളും 10th പ്ലേസ്, ഹൺഡ്രഡ്സ്, 1/100 പ്ലേസ്, 1/1000 പ്ലേസ് ഒക്കെ ഓരോ ഡിജിറ്റും കമ്പയർ ചെയ്ത് അതിലേതാണോ വലുത് വരുന്നത് അത് ടിക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് സൈഡ് ആക്ടിവിറ്റി ഉണ്ട്. ഈ സൈഡ് ആക്ടിവിറ്റി ഇല്ലേ, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. സൈഡ് ആക്ടിവിറ്റി, സൈഡ് അത് നോക്കൂ. കാൽക്കുലേറ്റ് ദീസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണാനുണ്ടോ കുറച്ച് സംഖ്യകൾ. അതായത് ഡെസിമൽ നമ്പേഴ്സിനെ 10, 100, 1000 അങ്ങനെയുള്ള സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട്, മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റണേ എന്നുള്ളതാണ് പറയുന്നത്. ഇത് ബോർഡ് മാറ്റോട്ടെ, കഴിഞ്ഞല്ലോ. ഇത് ഒന്നാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ കണക്കായിട്ട് ചെയ്താലും മതി കേട്ടോ. സൈഡ് ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ദീസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാണ്ടോ, ഗുണനഫലങ്ങൾ കണക്കാക്കുക എന്നുള്ളൊരു ചോദ്യം എഴുതിയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്വസ്റ്റ്യൻ 3.25 ഇൻറ്റു 10 എന്നാണ് ചോദ്യം. മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ഡെസിമൽ നമ്പറിനെ 10, 100, 1000 അങ്ങനെയുള്ള സംഖ്യകൾ മാത്രമാണെങ്കിൽ ട്ടാ, അല്ലാതെ 20, 25, 30 അങ്ങനത്തെ സംഖ്യകളല്ല. 10, 100, 1000, 10,000 അങ്ങനെയുള്ള നമ്പറുകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാന്നറിയോ? ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നേക്കണേ നോക്കുക. ആ സംഖ്യയിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്ന് എണ്ണി നോക്കി. അതായത് ഇവിടെ ഇപ്പൊ 10 ആണെങ്കിൽ ഒരു പൂജ്യമല്ലേ വരണേ. ഒരു പൂജ്യം വരുമ്പോ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പോയിന്റ് ഒരു സ്ഥാനം മുന്നോട്ട് ചാടും. അതായത് എങ്ങനെയാ മുന്നോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും? 32.5 എന്ന് വരും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്തോളൂ. പിന്നീട് ഈസി വേയിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടെത്താനായിട്ട് പറ്റും. തന്നിരിക്കുന്ന സംഖ്യയിലെ 10, 100, 1000 അങ്ങനെയുള്ള സംഖ്യകളില് ഏത് സംഖ്യയാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കുക. അതിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടോ അത്രയും സ്ഥാനം നമുക്ക് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോയിന്റ് അത്രയും സ്ഥാനം മുന്നോട്ട് ചാടും. ബാക്കിലോട്ടല്ല, ലെഫ്റ്റിലോട്ടല്ല, റൈറ്റിലോട്ട് ചാടിയിട്ടാണ് ഉത്തരം എഴുതുക. അപ്പൊ ഇതിന്റെ ആൻസർ 32.5 ആയിരിക്കും. അതായത് ഇവിടെ എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യമാണുള്ളത്. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ആ ചോദ്യത്തിൽ ആദ്യത്തെ ഡെസിമൽ നമ്പറില് എവിടെയാണോ ചോദ്യത്തിൽ പോയിന്റ് കിടക്കുന്നത് അതിൽ നിന്ന് ഒരു സ്ഥാനം മുന്നിലോട്ട് ചാടി. അപ്പൊ ഈ 2ന്റെ ഇപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് മുന്നോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരും. 32.5 അടുത്ത കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്തത് ഏതാണ്? 4.2 ഇൻറ്റു 10. 4
0.2 ഇൻറ്റു 10. അപ്പൊ എന്താണ് വരുന്നത് ഇവിടെ? ഒരു പൂജ്യമാണുള്ളത്. ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് ചാടി. അപ്പൊ എന്തായി? 42 പോയിന്റ് എന്ന് പറഞ്ഞു. ആ പോയിന്റ് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. പോയിന്റ് 000 എന്ന് പറഞ്ഞാൽ അതിനൊന്നും വിലയില്ലാത്തതുകൊണ്ട് ഈ പോയിന്റ് ഇടേണ്ട കാര്യമില്ല. ആ പോയിന്റാ പോയി. ഈ പോയിന്റ് എന്നുള്ളത് ഇവിടെ ഒരു പൂജ്യമല്ലേ ഉള്ളൂ. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ഒരു ഡിജിറ്റ് മുന്നിലേക്ക് ചാടിയപ്പോ ഇവിടെ വേറെ ഡിജിറ്റുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പോയിന്റിന് വില ഉണ്ടായിരുന്നു. ആ പോയിന്റ് ഇടേണ്ടത് ആവശ്യമാണ്. ഇവിടെ പോയിന്റ് ഇട്ടു. ദേ ഇപ്പുറത്ത് പോയിന്റ് ഇട്ടാ പിന്നെ അങ്ങടെ ഒന്നുമില്ല. 0.000 എന്നുള്ളതിന് പോയിന്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എത്ര ആൻസർ വരും? 42. അല്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ? 325 ഇൻറ്റു 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.005 ഇത് ഈസി മെത്തേഡ് പറഞ്ഞതാണ്. 0.523 ഇതാണ് ആൻസർ കിട്ടുക. 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പൊ 32.50 എന്ന ആൻസർ കിട്ടി. ആ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ആൻസർ എഴുതിയത്. അപ്പൊ മനസ്സിലായില്ലോ? ഈ സി ക്വസ്റ്റ്യൻ എന്താ? 13.752 ഇൻറ്റു 10. ഒരു പൂജ്യമാണുള്ളത്. പോയിന്റ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഒരു സ്ഥാനം മുന്നിലോട്ട് പോകുമ്പോ 137.52 എന്ന് വന്നു. ഡി ക്വസ്റ്റ്യൻ 4.765 ഇൻറ്റു 100. ഇതിൽ 2 പൂജ്യങ്ങളുണ്ട്. അപ്പൊ എത്ര വട്ടം ചാടണം? 2 വട്ടം ചാടണം. അതായത് ഒരു സ്ഥാനം പിന്നത്തെ സ്ഥാനം ചാടണം. എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്, വലത്തോട്ട് ചാടിയിട്ട്. അപ്പൊ ദേ ഇവിടെ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത് എങ്കിൽ എങ്ങനെ മുന്നോട്ട് ചാടുമ്പോ 476.5 എന്നല്ലേ വരിക? ഈ 7ന്റെ ഇപ്പുറത്താണ് പോയിന്റ് കടന്നിരുന്നത്. 2 ഡിജിറ്റ് 2 പൂജ്യങ്ങൾ ഉള്ളത് കൊണ്ട് 2 ഡിജിറ്റ് ചാടിയിട്ട് പോയിന്റ് മുമ്പിലോട്ട് ചാടിയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എവിടെ വരും? 6 കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് വരിക. ഓക്കെ. ഈ 1.345 ഇൻറ്റു 1000 അല്ല 3.45 ചെയ്യൂല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. 3.45 ഇൻറ്റു 100. 2 പൂജ്യങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ അപ്പുറത്ത് ഒന്നുമില്ല, 145 എന്ന് വരും. കാരണം ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. 14.572 14.572 ഇൻറ്റു 100 തന്നെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെ? ഇവിടെയാണ് പോയിന്റ്. എത്ര പൂജ്യങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കി. അത്രയും സ്ഥാനം ഞാൻ മുന്നിലോട്ട് ചാടി. ഇപ്പൊ ഉണ്ടായിരുന്ന പോയിന്റ് സ്ഥാനത്ത് നിന്ന് 2 സ്ഥാനം മുന്നിലോട്ട് ചാടുമ്പോ എവിടെ വരും? 7 കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് വരിക. 1457 1457.2 അല്ലേ വരുന്നേ? മുകളിലത്തെ മാറ്റിയാലോ? ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇനി ഇത് തീരെ അങ്ങോട്ട് കയറുന്നില്ല. ഇത് എളുപ്പമാണ്, പറ്റുന്നില്ല എങ്കിൽ 1.345 ഇൻറ്റു 1000. ഇതും അതുപോലെ തന്നെ എത്ര പൂജ്യങ്ങളുണ്ട്? 3 പൂജ്യങ്ങളാണ് ഉള്ളത് അല്ലേ? അപ്പൊ ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് 3 സ്ഥാനം മുന്നിലോട്ട് ചാടണം. അപ്പൊ 3 സ്ഥാനം മുന്നിലോട്ട് ചാടുമ്പോ പിന്നെ ഈ 5 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ ഡിജിറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് എഴുതിയാ മതി. പിന്നെന്താണ്? 22.36 ഇൻറ്റു 2.36 ഇൻറ്റു 1000. ഇവിടെ നോക്കുവോ, 3 പൂജ്യങ്ങളുണ്ട്. അപ്പൊ 3 സ്ഥാനം മുന്നിലോട്ട് ചാടണം. പക്ഷെ എന്റെ കയ്യിൽ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ സ്ഥാനം നമുക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഒരു പൂജ്യമല്ലേ ചെയ്യാ. അപ്പൊ എങ്ങനെ വരും? 2, 3, 6, 0. പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ പൂജ്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ പോയിന്റ് ഇടാതെ ചെയ്യാം. അല്ല എങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം.
1000 ഇൻറ്റു എത്ര 236 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. സംശയം അങ്ങനത്തെ വരുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ്. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടപ്പോ നമുക്ക് എത്ര കിട്ടി? 2360 എന്നുള്ളത് കിട്ടിയില്ലേ? അപ്പൊ സംശയം വരുന്ന അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ സംശയം വരുമ്പോ എന്താണ് 1.523 ഇൻറ്റു 1000. ഇത് എത്ര സ്ഥാനമുണ്ട് നമ്മുടെ കയ്യില്? 3 പൂജ്യങ്ങളാണുള്ളത്. അപ്പൊ 3 സ്ഥാനം മുന്നിലോട്ട് ചാടണം. അപ്പൊ 3 ഡിജിറ്റുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ എക്സ്ട്രാ നമ്മളൊന്നും കൊടുക്കണ്ട. പോയിന്റ് കഴിഞ്ഞിട്ട് സ്ഥാനങ്ങളൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ പോയിന്റ് ഇടേണ്ട ആവശ്യകതയില്ല. മനസ്സിലാവുണ്ടല്ലോ? നന്നായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണാം. ഒരു വട്ടം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്നില്ല. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പേജ് എടുക്കാം. വീതം വയ്ക്കാം. മലയാളം മീഡിയക്കാരെ ഹെഡിങ് എഴുതുക, വീതം വയ്ക്കാം. ഇംഗ്ലീഷ് മീഡിയംകാര് ലെറ്റ്സ് ഡിവൈഡ്. ഡിവിഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് എഴുതി കഴിഞ്ഞല്ലോ മാച്ചോട്ടെ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ഡിവിഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ലെറ്റ്സ് ഡിവൈഡ് എന്ന ഹെഡിങ് എഴുതുക. ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ മലയാളം മീഡിയംകാര് വീതം വെക്കാം എന്നുള്ളത് ഡിവൈഡ് ചെയ്യുക, അല്ല ഹെഡിങ് എഴുതാം. എന്നിട്ട് ചെറുതായിട്ടൊരു നമ്മൾ എക്സസൈസ് അല്ല, ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. 24.8 divides 4 ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വയ്ക്കും. വേർഡ് പ്രോബ്ലം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഇതുപോലത്തെ ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഫ്രാക്ഷനെ ഒരു നാച്ചുറൽ നമ്പറോട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഫ്രാക്ഷനെ അല്ല, ഡെസിമലിനെ എങ്ങനെയാണ് നാച്ചുറൽ നമ്പറോട്ട് ഡിവൈഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. 24.8 എന്നുള്ളത് എങ്ങനെ എഴുതി? 4 പുറത്തു എഴുതി. സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ പോയിന്റ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആ പോയിന്റ് ഏത് സ്ഥാനത്താണോ അതേ സ്ഥാനം തന്നെ നമ്മൾ കോഷ്യന്റിൽ അഥവാ ഹരണഫലത്തില് പോയിന്റ് ഇടണം എന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് പോയിന്റിന്റെ ഇപ്പുറത്തുള്ള സംഖ്യയാണ് ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത്. 24നെ 4 കൊണ്ട് എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാ? 6 4s are 24. സബ്ട്രാക്ട് ചെയ്തു, 0 കിട്ടി. ഇനി അടുത്തത് പിന്നത്തെ സംഖ്യ ഇറക്കിയിടാണ് വേണ്ട. അതിന് നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇങ്ങോട്ട് ഇറക്കിയിടണതിന് പകരം ഏത് സ്ഥാനത്താണോ പോയിന്റ് ഉള്ളത് ആ സ്ഥാനത്ത് നമ്മൾ പോയിന്റ് ഇട്ടു കോഷ്യന്റില്. അതിട്ടതിന് ശേഷമേ പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഇറക്കിയിടാൻ പാടുള്ളൂ. അതായത് ആദ്യം 24നെ 4 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ 6 4 24, 6 4s are 24. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, സബ്ട്രാക്ട് ചെയ്തു, 0 കിട്ടി. ഇനി ശരിക്കും 8ആണ് ഇറക്കിയിടേണ്ടത്. പക്ഷെ 8 ഇറക്കിയിടുന്നതിന് മുമ്പ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞൊരു തടസ്സമുണ്ട്. അപ്പൊ ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? കോഷ്യൻ സൈഡിൽ പോയിന്റ് ഇട്ടതിന് ശേഷം 8 ഇറക്കിയിട്ടു. ഇനി പഴയ പടി തന്നെ 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോ 2, സബ്ട്രാക്ട് ചെയ്തു, 0 കിട്ടി. കഴിഞ്ഞു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 6.2. ഡിവിഷൻ നോട്ടിലേക്ക് എഴുതിയെടുത്തോളൂ കേട്ടോ. 6.2 എന്നുള്ളത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. 13.2 divides 3. 13.2 divides 3. എങ്ങനെ? സാധാരണ പോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എഴുതി. ഇത് വാക്യംകുളത്തിലല്ല, ശരിക്കുള്ള ഭാഗത്ത് തന്നെ എഴുതുക കേട്ടോ. വേർഡ് പ്രോബ്ലം ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ വാക്യംകുളത്തിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, 13ൽ 3 പോവില്ല. അപ്പോ പോവാത്തത് കൊണ്ട് തൊട്ട് താഴെയുള്ള നമ്പർ 4 3s are 12. ശരിക്കുള്ള ഡിവിഷൻ അറിയണം കേട്ടോ. സബ്ട്രാക്ട് ചെയ്തു, 1 കിട്ടി അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സംഖ്യ ഇറക്കിയിടുകയാണ് പതിവ്.
പക്ഷെ പിന്നത്തെ സംഖ്യക്ക് മുമ്പ് ദേ പറഞ്ഞ പോലെ ഒരു തടസ്സമുണ്ട്, പോയിന്റ്. ആ പോയിന്റ് അതേപോലെ ഞാൻ കോഷ്യന്റ് സൈഡിൽ, അല്ലാണ്ട് ഇങ്ങനെ ഇറക്കിയിടല്ല, കോഷ്യൻ സൈഡിൽ ആ പോയിന്റ് ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ അപ്പൊ ഇവിടെ പോയിന്റ് ഇടേണ്ട കാര്യമില്ല, കാരണം പോയിന്റ് ഓൾറെഡി നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ദേ 2 ഇറക്കിയിട്ടു 12. ഇനി 12ൽ 3 എത്ര പ്രാവശ്യം പോവാ? 4 3s are 12, സബ്ട്രാക്ട് ചെയ്തു 0. ഇനി നമ്മുടെ ആൻസർ ശരിയാണോ എന്നുള്ളത് എങ്ങനെയാ നോക്കുക? സാധാരണ ഡിവിഷനില് നമുക്ക് കിട്ടിയ കോഷ്യന്റും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലേ? 6.2 into 4 മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ സംഖ്യ കിട്ടുന്നു, അല്ലെങ്കിൽ ഈ കൂടിന്റെ ഉള്ളിലത്തെ സംഖ്യ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 13.2 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണ്. അല്ലെങ്കിൽ എന്തോ ചെയ്തതിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. 16 അടുത്തത് സി. 16.28 divides 4. 16.28 divides 4. 16.28 ഉള്ളിൽ എഴുതി, 4 ഇവിടെ എഴുതി. ഓക്കെ, ഇനി നമ്മളിത് 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 4s are 16, സബ്ട്രാക്ട് ചെയ്തു 0. ഇനി പോയിന്റ് ആണ് ഇറക്കിയിടേണ്ടത്. അത് ഇവിടെ എല്ലാം ഇറക്കിയിട്ട് എവിടെ എഴുതുക? ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഓരോ സംഖ്യകളായിട്ടല്ലേ നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യണ പോലെ തന്നെ ഓരോ ഡിജിറ്റ് ആയിട്ട് ഇറക്കിയിടുക. 2 ഇറക്കിയിട്ടു. 2 4നേക്കാൾ ചെറിയ നമ്പറാണ്, 2ല് പോവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ 0. ഈ ഒരു സംഗതി പലർക്കും അറിയില്ല. അതായത് മുകളിൽ നിന്ന് ഇറക്കിയിടുന്ന സംഖ്യ പുറത്തെ സംഖ്യകൾ ചെറുതാണെങ്കിൽ 0 എന്ന് എഴുതിയതിന് ശേഷമേ അടുത്ത സംഖ്യ 0 പ്രാവശ്യമല്ലേ 4 2ല് പോകുള്ളൂ. കാരണം ഉള്ളിലുള്ള സംഖ്യ പുറത്തെ സംഖ്യകൾ ചെറുതാണ്. അപ്പൊ അതെന്തായാലും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കോഷ്യന്റില് 0 ഇട്ടതിന് ശേഷം, ഇപ്പൊ ഇത് ഡെസിമൽ ആയതുകൊണ്ടല്ല, അല്ലാത്ത സമയത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് 8 ഇറക്കിയിട്ടു. 7 4s are 28. പലരും എന്ത് ചെയ്യും എന്നറിയോ? ഈ 0 എഴുതാനായിട്ട് മറക്കും. എന്നിട്ട് എന്താ, 4.7 ആണ് ടീച്ചർ ഉത്തരം കിട്ടിയത്, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയും. അത് ഈ ഡിവിഷൻ ശരിക്കും അറിയാത്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിലിപ്പോ ഡെസിമലിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ആ ഡെസിമൽ പോയിന്റ് എവിടെയാണോ അതേ സ്ഥാനത്ത് നമ്മൾ കോഷ്യന്റ് ആ പോയിന്റ് ഇട്ട് സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഓരോ ഡിജിറ്റ് ഇറക്കി ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നേ വേണ്ടു. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും നമ്മുടെ ഡിവിഷനിൽ വരുന്നില്ല കേട്ടോ. ഡെസിമലിന്റെ ആ പോയിന്റ് ഇടേണ്ടത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നിങ്ങൾ എക്സസൈസ് എടുത്തോളൂ. ഡിവിഷന്റെ എക്സസൈസ് ഉണ്ട് നമ്മുടെ. ഏതിലറിയോ? ഇതിലൊക്കെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിന്റെ നമ്പറുകൾ മാത്രമേ ടീച്ചർ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. വേർഡ് പ്രോബ്ലംസ് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഡിവൈഡ് അഥവാ വീതം വെക്കാം എന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ടെക്സ്റ്റിൽ തന്നെ ആൻസർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വീണ്ടും നോട്ടിലേക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ പക്ഷെ വീട്ടിലിരിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. എഴുതി പഠിക്കുക തന്നെ വേണം. പേജ് നമ്പർ 118 ആണ് എൻ്റെ. അത് നിങ്ങളുടെ എങ്ങനെയാണ്? ആദ്യത്തെ ഡിവിഷന്റെ ആദ്യത്തെ എക്സസൈസ് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ എക്സസൈസ് എടുക്കുക. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു തുടങ്ങാം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? ഒന്നാമത്തെ ചോദ്യം. The total amount of milk, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ പേജ്. The total amount of milk given to the children in a school for the 5 days of last week is 132.575 liters. How much was given on average each day? എന്താണ്? ഒരു ആഴ്ചയിലെ 5 ദിവസത്തെയും കൂടി ആകെ പാല് കുട്ടികൾക്ക് കൊടുത്ത പാലിന്റെ അളവാണ് 132.575 ലിറ്റർ എങ്കിൽ ഓരോ ദിവസവും അവർക്ക് ആവറേജ് എത്ര ലിറ്റർ പാലാണ് കിട്ടിയിട്ടുണ്ടാവുക? 5 ദിവസത്തെയും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഒരു ദിവസത്തെ എങ്ങനെ കാണാം? 5 എണ്ണത്തിന്റെ വില തന്നിട്ട് ഒരെണ്ണത്തിന്റെ വില എങ്ങനെ കണ്ടെത്താം എന്ന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം അതിന്റെ സ്റ്റെപ്പ് എഴുതണം. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ?
ഒരാഴ്ചയിൽ 5 ദിവസത്തെയും കൂടി കുട്ടികൾക്ക് കൊടുത്ത ആകെ പാലിന്റെ അളവാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഒരു ദിവസം കുട്ടികൾക്ക് കിട്ടിയ പാലിന്റെ അളവ് ആവറേജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് given to the children in a school for 5 days of last week. ആ ചോദ്യത്തിൽ തന്നെ അതേപോലെ തന്നെ എഴുതാം. ചോദ്യം എഴുതാനുള്ള സ്ഥലം വിട്ടോളൂ കേട്ടോ. ദി ടോട്ടൽ ക്വാണ്ടിറ്റി of milk given to the children in 5 days is equal to 132.575 liter. എന്താണ് മലയാളം മീഡിയംകാരെ എഴുതുക? അഞ്ച് ദിവസവും കൂടി ഒരു സ്കൂളിൽ 5 ദിവസവും കൊടുത്ത 5 ദിവസം കുട്ടികൾക്ക് കൊടുത്ത ആകെ പാലിന്റെ അളവ് അതാണ് 132.575 തന്നിട്ടുള്ളത്. ആയതുകൊണ്ട് the quantity of milk given to each day, the quantity of milk given on each day is equal to 132.57 divides 5. 5 ദിവസം കൊടുത്തല്ലേ, അതെങ്ങനെയാ നമുക്ക് എഴുതാ? ഒരു ദിവസം കൊടുത്ത ശരാശരി പാലിന്റെ അളവ്. ഇങ്ങനെയുള്ള വേർഡ് പ്രോബ്ലം വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് കോളത്തിലാണ് നമ്മൾ ഓപ്പറേഷൻസ്, അതായത് കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാം. നോക്കൂ, 2 5s are 10, സബ്ട്രാക്ട് ചെയ്തു 3 കിട്ടി, ഈ 2 ഇറക്കിയിട്ടു അല്ലേ, 32. 6 5s are 30, സബ്ട്രാക്ട് ചെയ്തു 2 കിട്ടി. ഇനി അടുത്തത് പോയിന്റ് ആണ് വരുന്നത്. ആ പോയിന്റ് എന്ത് ചെയ്യണം? മുകളിൽ ഇട്ടതിന് ശേഷം, അത് പലരും മറക്കും, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പോയിന്റ് ആണ് ഇങ്ങനത്തെ വരുന്നത്. ആ പോയിന്റിന് ശേഷം 5 കിടക്കണുള്ളൂ. ആ പോയിന്റ് അങ്ങോട്ട് മറന്നിട്ട് 5 ഇറക്കിയിട്ടിട്ട് കാര്യമില്ല. അപ്പൊ പോയിന്റ് മുകളിൽ ഇട്ടിട്ട് 5 ഇറക്കിയിട്ടു. 5 5s are 25, സബ്ട്രാക്ട് ചെയ്തു 7 ഇറക്കിയിട്ടു. 1 5 is 5, സബ്ട്രാക്ട് ചെയ്തു 2 കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? ഈ 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ 2ന്റെ സൈഡിൽ നമ്മൾ പോയിന്റ് ഇട്ടത് കൊണ്ട് 2ന്റെ സൈഡിൽ ഞാൻ കുറച്ചും കൂടെ കയറ്റി എഴുതിയാലോ? അല്ലെങ്കിൽ ഡിവിഷൻ മനസ്സിലാവില്ല. ഒന്നും കൂടെ കയറ്റി എഴുതാം. നോക്കാം. 132.57 divides 5. 2 5s are 10, 3 2 ഇറക്കിയിട്ടു. 6 5s are 30, 2 ഇറക്കിയിട്ടു. ഇനി പോയിന്റ് ദേ ഇവിടെ ഇട്ടതിന് ശേഷം 5 ഇറക്കിയിട്ടു. 5 5s are 25, സബ്ട്രാക്ട് ചെയ്തു 7. 1 5 is 5, സബ്ട്രാക്ട് ചെയ്തു 2.
അപ്പൊ ഇങ്ങനത്തെ ഡിവിഷൻ, അതായത് ഡെസിമലിന്റെ ഡിവിഷൻ വരുമ്പോ റിമൈൻഡർ വരാൻ പാടില്ല, വരില്ല. അത് വരാതിരിക്കാൻ എന്താ സൂത്രം എന്നറിയോ? നിങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പോയിന്റ് ഇട്ടിട്ടുള്ള ഡിവിഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കോഷ്യനിൽ പോയിന്റ് വരുന്ന സംഖ്യകൾ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഒരു 0 വെറുതെ ഇടുക. ശരിക്കും സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 0 ഇട്ടാൽ ഉടനടി കോഷ്യൻ സൈഡിൽ ഒരു പോയിന്റ് ഇടണം എന്നാ പറയാം. ഇവിടെ ഓൾറെഡി ഒരു ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു നമ്പറിൽ തന്നെ 2ഉം 3ഉം ഡെസിമൽ വരില്ല. അപ്പൊ വീണ്ടും പോയിന്റ് ഇടണ്ട, റൈറ്റ് സൈഡിൽ ഒരു 0 അങ്ങ് ഇടുക. എന്തിനു വേണ്ടി? റിമൈൻഡർ വരാണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് സാധാരണ പോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 5s are 20, സബ്ട്രാക്ട് ചെയ്തു 0. അതായത് റിമൈൻഡർ 0 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ് വരിക? 575 ഉണ്ട് അല്ലേ? ഇതില് 575 ഉണ്ടോ? 575 ഉണ്ട്, സോറി. 575 ഡിവൈഡ്സ് 5 ആണ്. അപ്പൊ ഇവിടെ ഒരു 5ഉം കൂടി ഉണ്ട്. അപ്പൊ ഈ 0ന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ടീച്ചർ പുറത്തൊക്കെ വിട്ട് കളഞ്ഞു. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ 5 ആണ് വരുന്നത്. 5 ഇറക്കിയിട്ടിട്ട് 25. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ് വരിക? 26.515 ലിറ്റർ. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇത് വർക്കിംഗോളമാണ്, തെറ്റരുതേ. 515 ലിറ്റർ എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡിവിഷൻ കുറച്ചൊന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ രണ്ടാമത്തെ പ്രോബ്ലം നോക്കൂ. 2ഉം 3ഉം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. നാലാമത്തെ ഡു ദ പ്രോബ്ലംസ്, അതില് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെയ്തിട്ട് വരിക. ഏത്? 54.5 ഡിവൈഡ്സ് 5, 14.24 divides 8, 56.87 divides 11. ആ 3 പ്രോബ്ലംസും അടുത്ത ക്ലാസ്സിലേക്ക് ഹോംവർക്ക് ചെയ്തിട്ട് വരിക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രോബ്ലംസ് നമുക്ക് ഹോംവർക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഹോംവർക്ക് ചെയ്തിട്ട് വരിക, എടുത്തത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.